പ്രാഥമികമായിട്ടുള്ള എൻ്റെ നിരീക്ഷണത്തിൽ ഇന്ന് പ്രതിപക്ഷത്തിന് വേണ്ടത്ര കണക്കുകൾ വെച്ച് ഈ ചർച്ചയെ അർത്ഥവത്താക്കാൻ കഴിയാതെ പോയി എന്നതാണ് ഞാനതിൽ കാണുന്നത്. വളരെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്കിത് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ CAG റിപ്പോർട്ട് ഇന്നിപ്പോൾ മേരി ജോർജ് പറയായിരുന്നു. CAG റിപ്പോർട്ട് 2022 പറഞ്ഞിരിക്കുന്നത് റവന്യൂവിൻ്റെ കാര്യത്തിൽ എത്രമാത്രം കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. 22,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് പിരിച്ചെടുക്കാനുള്ളത്. അതിൽ 13,000 കോടി രൂപയുള്ളത് വിവിധ GST വകുപ്പുകളിൽ നിന്നായി പിരിച്ചെടുക്കേണ്ട തുകയാണ്. അത് 2022 പിരിച്ചെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2023 ആകുമ്പോഴേക്കും പിരിവ് കൂടിയിട്ടുണ്ട്, നികുതി വരുമാനത്തിൽ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലാണ് അത് നടന്നിട്ടുള്ളത് എന്നതൊന്നും സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം CAG റിപ്പോർട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ സ്വാഭാവികമായും ഈ കണക്കുകൾ ഉണ്ടാവില്ല. കാര്യം പ്രതിപക്ഷത്തിന് ഈ കണക്ക് വരുന്നത് ഒന്നുകിൽ ഈ വരാൻ പോകുന്ന 5-ാം തീയതിയിലെ ബഡ്ജറ്റ് വയ്ക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സർവേ നടക്കുമ്പോഴാണ്. വരുമാനം കൂടിയത് സംബന്ധിച്ച് വ്യക്തമായ കണക്ക് ധനമന്ത്രി എന്ന് പറയുന്നുണ്ട്. 47,000-ൽ നിന്ന് 71,000 കൂടി. ഇന്ത്യയിലെ ആഭ്യന്തര വരുമാനം ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള കണക്ക് അവരുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ബഡ്ജറ്റ് വരുമ്പോഴാണ് ഇതൊക്കെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഈ റവന്യൂ വരുമാനം കൂടിയിട്ടുള്ളത്. കാര്യം മറുഭാഗത്തുള്ളത് ആകെ 2022 CAG റിപ്പോർട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആയുധമായിട്ടുള്ളത്. പിന്നെ ഇവരെല്ലാം പറയുന്നത് കേൾക്കാനേ പറ്റൂ. ധനമന്ത്രി പറയാണ് 47,000-ൽ നിന്ന് മറ്റൊരു കണക്ക് പറഞ്ഞു ധനമന്ത്രി. അതിന്നിപ്പോൾ പത്മകുമാർ ഖണ്ഡിച്ചിട്ടുണ്ട്. 1,21,000 കോടി രൂപയാണ് 2023 ഡിസംബർ വരെയുള്ള ചെലവെങ്കിൽ ഇപ്പോൾ 4,000 കോടി അധികമായി ചെലവിട്ടിരിക്കുന്നു. 1,26,000 കോടിയിലേക്ക് ചെലവ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പദ്ധതി വിഹിതങ്ങളോ പദ്ധതി നിർമ്മാണത്തിൻ്റെ കാര്യത്തിലോ വലിയ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു അപകടമുണ്ട്. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ 2ാമത്തെ ഗഡു വിതരണം ചെയ്തിട്ടില്ല. കരാറുകാർക്കുള്ള കുടിശ്ശിക എന്നുള്ളത് ഭീമമായ കുടിശ്ശികയാണ്. അതും ഏറ്റവും കൂടുതൽ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് നിർമ്മാണ തൊഴിലാളി മേഖലയിലാണ്. സിവിൽ സപ്ലൈസിലെ കുടിശ്ശിക ഭീകരമാണ്. കാരുണ്യ പദ്ധതിയിലെ കുടിശ്ശിക ഭീകരമാണ്. ആശുപത്രികളിൽ 1,342 കോടിയോളം രൂപ കൊടുക്കാൻ ബാക്കി നിൽക്കുന്നു. അപ്പോൾ കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു വലിയ ഡെഫിസിറ്റ് അവിടെ നിൽക്കുന്നു, വലിയൊരു കണക്ക് അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ഈ ചെലവിൻ്റെ കാര്യത്തിൽ പറയുന്നത് ആ കണക്കുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള കണക്കുകൾ ഇനി ബഡ്ജറ്റിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം അവിടെ നിരായുധരായി പോയത്, കണക്കുകളില്ലാതെ. അതുകൊണ്ട് പ്രതിപക്ഷം കൂടുതൽ പൊളിറ്റിക്സിലേക്ക് പോയി. പക്ഷെ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ GST കോമ്പൻസേഷൻ കഴിഞ്ഞ വർഷം അവസാനിക്കുമെന്നുള്ളത് GST നിയമത്തിൻ്റെ ഭാഗമാണ്. ഇത് ഇനി GST കോമ്പൻസേഷൻ ലഭിക്കാതെ വരും എന്ന് സർക്കാരിന് നേരത്തെ അറിയാം. 26% വർധനവുണ്ടാവുമെന്നാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നോക്കൂ, GST കോമ്പൻസേഷൻ അടുത്ത 5 വർഷം കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ വരാം. ഞാൻ എൻ്റെ വാദം നമ്പർ 1, ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച ആ അർത്ഥത്തിൽ ദുർബലമായിരുന്നു. പ്രതിപക്ഷത്തിന് വേണ്ടത്ര കണക്കുകൾ ഉണ്ടായിരുന്നില്ല. കണക്കുകളില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അർത്ഥപൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. 3, 57,000 കോടി എന്നുള്ളത് ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണ് എന്ന് പ്രതിപക്ഷത്തിന് സമർത്ഥിക്കാൻ സാധിച്ചു കുറേയൊക്കെ. അതാണ് എൻ്റെ 4ാമത്തെ പോയിന്റ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കിടക്കുന്നത് പിരിവ് കുറച്ചു എന്നത് മാത്രമല്ല, ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഭരണത്തെ കൊണ്ടുപോകാനും സാധിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പിരിവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നികുതിയേതര വരുമാനത്തിൻ്റെ വർധനവുണ്ടായി എന്ന് പറയുമ്പോഴും വലിയ ഒരു ഡെഫിസിറ്റ് അവിടെ ഉണ്ടാവുമെന്ന് ഈ സംസ്ഥാന സർക്കാർ നേരത്തെ അറിയണമായിരുന്നു. ഈ 57,000 കോടിയിൽ ചുരുങ്ങിയത് 27,000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് നഷ്ടം വരും. കാര്യം 1.93% മാത്രമാണ് 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിന് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 18,000 കോടി രൂപയുടെ കുറവ് അവിടെ ഉണ്ടാക്കും. GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ 12,000 കോടി രൂപയുടെ കുറവ് അവിടെ ഉണ്ടാവും. ഇത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. ഇതിലൊരു സംഭവം ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് വളരെ കൃത്യമായി സർക്കാരിന് മനസ്സിലാക്കേണ്ടിയിരുന്നു. ആ 30,000 കോടിയെ മറികടക്കാൻ ആകെ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു തുറപ്പുചീട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിൽവർ ലൈൻ പോലെയുള്ള വലിയ പദ്ധതികൾ വരിക എന്നത് മാത്രമായിരുന്നു. ആ പദ്ധതി നടപ്പിലാകാതെ പോയതടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ 57,000 കോടി എന്നുള്ളത് ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണ്. അതിൽ തീർച്ചയായും കേരളത്തിന് മാത്രമായിട്ടല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കം സംഭവിച്ചു. അത് വലിയ ഫിസ്ക്കൽ ഫെഡറൽ വിഷയമാണ്. അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. Meet the editors.